ക്രോഷേ എയർപോർട്ട് കേസ് ട്യൂട്ടോറിയൽ പാർട്ട് 2 ആണ് ഇത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെയാണ് നിർത്തിയത്. ഇനി ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച സ്റ്റിച്ചില് ആ സ്റ്റിച്ചിൽ മൊത്തം ഒരു സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യണം. അങ്ങനെ ഞാൻ ചെയ്ത അവസാനത്തെ സ്റ്റിച്ചിലെത്തി. അവസാനത്തെ സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്താൽ ഇതാ ഇതേപോലെ ഉണ്ടാവും കാണാൻ വേണ്ടി. ഇനി അടുത്തതെന്ന് വെച്ചാൽ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു സ്റ്റിച്ച് ഉണ്ടാവും. ആ ഒരു സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യണം. ഇതേപോലെയാണ് സ്ലിപ്പ് നോട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പറയുന്നതിനെക്കാട്ടും കണ്ടാലായിരിക്കും കുറച്ചും കൂടി മനസ്സിലാവുന്നുണ്ടാവുക. സ്ലിപ്പ് നോട്ട് കംപ്ലീറ്റ് ആയി. ഇനി 2 ചെയിൻ ചെയ്യാം. ചെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത 2 സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യണം. അപ്പൊ ഞാൻ എന്താ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ആയി. ഇനി ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷയും കൂടി ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഹുക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ രണ്ടാമത്തെയും ഇത് ഒന്നാമത്തെയും ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. ആ ഒന്നാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ ഒന്ന് സ്റ്റിച്ച് മാർക്കർ കൊണ്ടൊന്ന് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റിച്ചിലും 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. നമ്മളിപ്പോ ഒന്നാമത്തെ സ്റ്റിച്ചിൽ മാത്രം 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് 6 സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യണം. അപ്പൊ ഞാൻ ഒന്നിൽ ചെയ്ത് ഇനി ബാക്കിയുള്ള 6ലും ചെയ്യാം. ഞാൻ ചെയ്തിട്ട് തന്നെ അവസാനത്തെ സ്റ്റിച്ചിലെത്തി. അവസാനത്തെ സ്റ്റിച്ചിലും കൂടി ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്താൽ ഇതേപോലെ ഉണ്ടാകും കാണാൻ. ഇനി അടുത്ത ഞാൻ ഈ കാട്ടുന്ന 3 സ്റ്റിച്ചിലും ഒരു സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യാം. ഇത് ഒന്നാമത്തെ സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ഇത് രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് ഇത് ഒന്നാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ഇത്. ഇനി അടുത്തത് രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി അടുത്ത 3ാമത്തെ സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ക്രോഷേ ബിഗിനേഴ്സ് ആയിട്ട് കുറെ ആൾക്കാരുള്ളതുകൊണ്ട് ഓൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞേമ തന്നെ പറയുന്നത്. അപ്പൊ 3ാമത്തെ സ്റ്റിച്ചിലെ രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ കൂടി കംപ്ലീറ്റ് ആയാൽ ഇതേപോലെ ഉണ്ടാവും. ഇനി അടുത്ത 6 സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യണം. ബേസിക് സ്റ്റിച്ചസ് പഠിച്ചാൽ ഇത് വേഗം തീർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ബിഗിനേഴ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെല്ലെ അവർക്ക് മനസ്സിലാവുന്ന കോലത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അങ്ങനെ 6 സ്റ്റിച്ചിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്താൽ പിന്നെ ഒരു സ്റ്റിച്ചും കൂടിയും ബാക്കിയുണ്ടാവും. ലാസ്റ്റ് 6 സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യണം. അപ്പൊ ഇത് രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. അങ്ങനെ ചെയ്താൽ ഇതേപോലെ അവസാനം ഉണ്ടാവും. എന്നിട്ട് എന്താക്കാം, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് ആ ഒരു സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടതെന്നെല്ലാം കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത് കറക്റ്റ് വീഡിയോ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവുന്നതാണ്. അത് കാര്യമായിട്ട് പറയേണ്ട ആവശ്യമൊന്നും. അപ്പൊ ചെയ്ത് വന്നാൽ ഇതേപോലെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്.